ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്റ്റാറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ഞാനോട് ചേർത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ 2 മാർക്ക് 2-3 മാർക്ക് നിങ്ങൾ മാത്രം എക്സ്പെക്ട് ചെയ്യാൻ മതി. പക്ഷേ എല്ലാവർക്കും പഠിച്ച ഉറപ്പായിട്ട് കിട്ടുന്ന മാർക്കാണത്. അപ്പോൾ ആ ഒരു 3 മാർക്ക് എന്ത് ചെയ്യാം, നമുക്ക് തൽക്കാലം പോക്കറ്റിലിടാം. ചോദ്യം ഇതാണ് കേട്ടോ, നോക്കിക്കോളൂ. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. ഒന്നുകിൽ എന്തായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്സിന് എക്കണോമിക്സിലുള്ള റോൾ എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കാം, അല്ലെങ്കിൽ ഈ ചോദ്യം നേരെ വരെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുക കേട്ടോ. ഒന്നുകിൽ റോള് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം വരിക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റാറ്റിയും എക്കണോമിക്സ് തമ്മിൽ ബന്ധമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് പഠിക്കുന്നത്. അപ്പോൾ ആ ബന്ധം വൃത്തിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അതിനെ കുറച്ച് പോയിന്റ്സുകൾ നിങ്ങൾ പഠിച്ചോളും. 2 മാർക്കിനായതുകൊണ്ട് നിങ്ങൾ 2 പോയിന്റ് പഠിക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞു സേഫ് ആയിട്ട് അതൊരു 4 പോയിന്റ്സ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, എത്രയാണ് 4 പോയിന്റ്സ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഒരുപാട് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഏത് വേണമെങ്കിലും പഠിക്കാം. അതിൻ്റെ ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട് ആൻഡ് അറ്റ് ദ സെയിം ടൈം മലയാളം കൊടുത്തിട്ടുണ്ടോ, നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് ഏറ്റവും ഈസി ആയിട്ട് ഞാൻ പറയുന്നത്, എൻ്റെ ഏറ്റവും ഈസി ആയിട്ട് എൻ്റെ കുട്ടികളോട് ഞാൻ പറയുന്നത് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം. അതിലൊന്നാമത്തേന് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു പ്രസൻറ്റ് എക്കണോമിക് ഫാക്ട്സ് ഇൻ എ പ്രിസൈസ് ആൻഡ് ഡെഫിനിറ്റ് ഫോം. എന്ന് വെച്ചാൽ എന്താണ് പ്രിസൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ പറയുന്നത്. ഒരു കാര്യത്തെ നമ്മൾ ഏറ്റവും ചെറുതാക്കി പറയുന്നതിനാണ് പറയുക പ്രിസൈസ് എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വലിയൊരു സംഭവം, നമ്മളൊരു കൊലപാതകം നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, ആ കൊലപാതകം നടന്ന് പെട്ടെന്ന് ഒരാളോട് ചുരുക്കി പറയാൻ നമ്മൾ പറയും ഇന്നയാളെ കൊന്നത് ഞാൻ കണ്ടു, അല്ലേ? അതാണ് നമ്മൾ പറയുക. അല്ലെങ്കിൽ ഒരാൾ ഇന്നയാളെ കൊന്നത് ഞാൻ കണ്ടു, അങ്ങനെയുള്ള പറയാം. അതേപോലെ നമ്മളിപ്പോൾ ഒരു സിനിമ കാണാൻ നമ്മൾ പറയും യെസ്, അല്ലെങ്കിൽ നമ്മളൊരു ഫുട്ബോൾ മത്സരം, ബ്രസീൽ അർജൻറ്റീന ഫുട്ബോൾ മത്സരം ഞാൻ കണ്ടു. അത് 2 മണിക്കൂറോളം വരുന്ന ആ മാച്ചിന് നമ്മൾ ഫുള്ള് പറയേണ്ട, പകരം എന്താണ് ഒറ്റ വാക്കിലിട്ട് നമ്മളിങ്ങനെ പറയില്ലേ. അതുപോലെ എക്കണോമിക്സിൻ്റെ വലിയ വലിയ കാര്യങ്ങൾ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഒറ്റ വാക്കിൽ പറയുന്ന പോലെ തന്നെ ചെറുതാക്കി പറയുന്നത് നമ്മൾ എന്താ പറയുക, പ്രിസൈസ് ഫോം എന്ന് പറയാം. അപ്പോൾ അങ്ങനെ എക്കണോമിക്സിൻ്റെ വലിയ വലിയ കാര്യങ്ങൾ ചെറുതാക്കി പറയുന്നതിന് എന്ത് ചെയ്യാം, സ്റ്റാറ്റ് ഉപയോഗിക്കാം. അതാണ് പറഞ്ഞത് കേട്ടോ. നോക്കിക്കോളും, സാമ്പത്തിക വസ്തുക്കൾ കൃത്യവും വ്യക്തമായ രൂപത്തിൽ അവതരിപ്പിക്കാൻ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ഇതെല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. അതായത് എക്കണോമിക്സിൻ്റെ വലിയ വലിയ കാര്യങ്ങൾ ചുരുങ്ങിയ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ സ്റ്റാറ്റിയെ കൊണ്ട് സാധിക്കും. ഇനി രണ്ടാമത്തേനെ നോക്കിക്കോളൂ. അതായത് രണ്ടാമത്തെ നോക്കിക്കോളൂ, ഈ പോയിന്റ് ഇതാണ്, എക്കണോമിക് പ്രോബ്ലം നമ്മുടെ ഒരു സാമ്പത്തിക പ്രശ്നത്തെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. എന്താ പറഞ്ഞത്, ഒരു സാമ്പത്തിക പ്രശ്നത്തെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഈ പറഞ്ഞ ഒരു സാമ്പത്തിക പ്രശ്നത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് എഴുതി വെച്ചല്ലേ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ ഉണ്ട്, തൊഴിലില്ലായ്മ ജോലി ഇല്ലാത്ത ആൾക്കാരുടെ എണ്ണം ഇത്രയാണ്. അതുപോലെ പോവർട്ടി, ദാരിദ്ര്യമുണ്ട്, ഇതൊക്കെ സാമ്പത്തിക പ്രശ്നമാണല്ലേ. അപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നം ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കണം, ഉണ്ടോ ഇല്ലെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എന്ത് ചെയ്യാം, സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്താ പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഇനി അതേ പോയിന്റായിട്ട് ബന്ധപ്പെട്ടാണ് അടുത്ത് നോക്കിക്കോളും, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ഫൈൻഡ് കോസസ് ഓഫ് ദി എക്കണോമിക് പ്രോബ്ലം. നോക്കിയേ, ഈ പറഞ്ഞ സാമ്പത്തിക പ്രശ്നം നേരത്തെ പറഞ്ഞില്ല, സാമ്പത്തിക പ്രശ്നം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ആ സാമ്പത്തിക പ്രശ്നത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാറ്റ് ഉപയോഗിക്കാം. എന്താ പറഞ്ഞത്, സാമ്പത്തിക പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്താൻ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാൻ പറ്റും. അതാണ് മൂന്നാമത്തെ പറയണം. ഇതും എല്ലാവർക്കും പഠിച്ചൂടെ, ഒരു പോയിന്റ് പഠിച്ചാൽ 2 പോയിന്റ് എടുത്തിട്ടും 2 മൂന്നാമത്തെ കിട്ടും. ഞാൻ കാണിച്ചുതരാം, നോക്കോട്ടോ. അടുത്താണ് പറയുന്നത്, ഇങ്ങനെ ഈ പറഞ്ഞ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കണം, എക്കണോമിക് പോളിസീസ് ഉണ്ടാക്കണം അല്ലേ. അങ്ങനെ സാമ്പത്തിക നയങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, രൂപീകരിക്കാൻ, ഫോർമുലേറ്റ് സ്യൂട്ടബിൾ എക്കണോമിക് പോളിസി. ഓക്കെ, പ്രധാനപ്പെട്ട സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കാൻ എന്ത് ചെയ്യാം, ഇതിന് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ എന്തിടാം, ഇപ്പോൾ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അനുയോജ്യമായ നയങ്ങൾ രൂപീകരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം. ഇതെല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന പോയിന്റ് അല്ലേ, ഇതും എല്ലാവർക്കും പഠിക്കാം. എന്താ കാരണം, ഈ 4 പോയിന്റ്സിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള 4 പോയിന്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയതാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതാണോ തോന്നുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് പഠിക്കാം. ഇനി മറ്റൊരു കാര്യം, ഈ 4 പോയിന്റ്സിനല്ലാതെ നിങ്ങൾക്ക് ഇനി ഏത് പോയിന്റ്സ് വരെ നിങ്ങൾക്ക് പഠിച്ചേക്കാം. അതിൽ അവസാനത്തെ ഒരു പോയിന്റ് കൂടി ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാണ്. ഇത് 5ാമത്തെ ഒരു ഓപ്ഷനിൽ ആഡ് ചേർക്കണേ, ഹെൽപ്ഫുൾ ടു ഫോർമുലേറ്റ് പ്ലാൻസ് ആൻഡ് പോളിസീസ്. ഓക്കെ, നമ്മുടെ നയങ്ങളും അതുപോലെ പദ്ധതികളും, എന്തൊക്കെയാണ് പറഞ്ഞത്, പദ്ധതികളും നയങ്ങളും രൂപീകരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, സ്റ്റാറ്റി എക്കണോമിക്സ് തമ്മിലുള്ള ബന്ധങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും 5 നല്ല പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് വെച്ചാൽ അത് നിങ്ങൾ പഠിക്കുക. പരീക്ഷയ്ക്ക് ഈ ചോദ്യം വരും മക്കളെ, മറക്കണ്ട. ഒന്നുകിൽ 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഈ ചോദ്യം വന്നിരിക്കും. ഇനി ഇതിനെങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ബാക്കി കൂടുതൽ അറിയണേ വേണം, അതിനെന്ത് ചെയ്യുക, എൻ്റെ മക്കളെല്ലാവരും ഇന്ന് കൃത്യമായിട്ട് ലൈവ് നടക്കുന്നുണ്ട്. നമ്മുടെ എക്സാമിൻ്റെ ലൈവുകളെല്ലാം തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഇരുന്ന് കാണുക, വൃത്തിയായിട്ട് പഠിക്കുക, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, വീണ്ടും കാണാം. ഹാപ്പി ലേണിംഗ് ഓൾ, ബൈ.